പൊതുജനമധ്യത്തിൽ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ ഇടിച്ചു കാണിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഫണ്ട് ക്രമക്കേട് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ബി.ജെ.പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞു വെച്ചത്. ഫണ്ട് തിരിമറി വിവാദങ്ങളെയും വ്യാജ പ്രചരണങ്ങളെയും അവഗണിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടക്കണമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു വ്യാജ പ്രചരണം മാത്രമാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ യുവമോർച്ച ഭാരവാഹി അക്ഷയ് രംഗത്ത് വന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാ സെക്രട്ടറിയുടെ മുറിയിൽ 25 കോടി രൂപയുടെ കള്ളപ്പണം കണ്ടുവെന്നാണ് ബി.ജെ.പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട അക്ഷയുടെ പ്രധാനപ്പെട്ട ആരോപണം. സംഘടനാ സെക്രട്ടറി കെ.പി. സുരേഷ്, മുരളി കൊളങ്ങാട്ടിൽ, ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ അനീഷ് കുമാർ എന്നിവർക്കെല്ലാം ഈ വിവരം അറിയാമായിരുന്നുവെന്നും അക്ഷയ് ഇതോടൊപ്പം വെളിപ്പെടുത്തിയിരുന്നു. ഇതുമാത്രമല്ല കേട്ടോ, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തുവെന്ന ഗുരുതരമായ ഒരു ആരോപണവും ഉണ്ടായിരുന്നു. കണ്ണാടി പഞ്ചായത്തിലെ വയോധികയ്ക്ക് 5000 രൂപ നൽകിയെന്ന കോൺഗ്രസിന്റെ തെളിവ് സഹിതമുള്ള പരാതിയിൽ പോലീസ് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് തൃക്കാക്കരയിൽ 1/2 കോടി രൂപയുടെ CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ മുതിർന്ന ബി.ജെ.പി നേതാവ് AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയാക്കപ്പെട്ടത്. ബി.ജെ.പി കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് തിരിമറിയെ തുടർന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയ സംഭവവും ഉണ്ടായി. പ്രചരണ വാഹനങ്ങൾ, പ്രിന്റിംഗ്, ഹോട്ടൽ ബുക്കിംഗ് എന്നിവയുടെ മറവിൽ കോടികളുടെ അഴിമതിയാണ് നടന്നെന്നാണ് കൊല്ലത്തെ പ്രവർത്തകർ അന്ന് സംസ്ഥാന നേതൃത്വത്തോട് ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിൽ 2026 മാത്രം ഇത്രയധികം ഫണ്ട് വിവാദം കത്തി നിൽക്കുമ്പോഴും ഇതിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങളെയും വ്യാജ പ്രചരണങ്ങളെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇവിടെയും തീരുന്നില്ല കേട്ടോ കാര്യങ്ങൾ. വർഷങ്ങളായി കേരളത്തിൽ ബി.ജെ.പിയെ വേട്ടയാടുന്ന സാമ്പത്തിക അഴിമതികളുടെ ചരിത്രം വളരെ വലുതാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ കൊടകര കുഴൽപ്പണ കവർച്ച കേസ് പുറത്തു വരുന്നത്. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കർണാടകയിൽ നിന്ന് കടത്തിയ 3.5 കോടി രൂപയാണ് ദേശീയപാതയിൽ വെച്ച് അന്നൊരു സംഘം തട്ടിയെടുത്തത്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലുമായി 56 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ ബി.ജെ.പി നടത്തിയെന്നാണ് കൊടകര കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ധർമ്മരാജൻ അന്ന് പോലീസിന് മൊഴി നൽകിയത്. അതിൽപ്പെട്ട 3.5 കോടി രൂപയാണ് കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ടതും. സുൽത്താൻ ബത്തേരിൽ CK ജാനുവിന് 35 ലക്ഷം രൂപ കോഴ നൽകിയെന്ന കേസും മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥിക്ക് പണം നൽകി പത്രിക പിൻവലിച്ച കേസും ഇതോടൊപ്പം നാം ചേർത്തു വായിക്കേണ്ടതുണ്ട്. ഇത്രയധികം തെളിവുകളും കുറ്റപത്രങ്ങളും കേസുകളും നിലനിൽക്കെയാണ് ഫണ്ട് ക്രമക്കേടുകളെല്ലാം ബി.ജെ.പിയുടെ മുന്നേറ്റം തകർക്കാനുള്ള വെറും വ്യാജ പ്രചരണം മാത്രമാണെന്ന് പാർട്ടി നേതൃത്വം വാദിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ രാജ്യവ്യാപകമായി ബി.ജെ.പി നടത്തുന്ന കള്ളപ്പണ ഇടപാടുകളുടെ തുടർച്ച തന്നെയല്ലേ? ഈ കള്ളപ്പണ രാഷ്ട്രീയത്തിലൂടെ ഇവർ തകർക്കുന്നത് എതിരാളികളുടെ രാഷ്ട്രീയത്തെ മാത്രമല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ കൂടിയാണ്.